ദുഹിയത്തെറുത്തതുമായ മാംസം മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് കൊടുക്കാമോ? ഉദ്ഹിയത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഹുക്മ് ഫുഖഹാ പറയുന്നു. വലാ യജൂസ് ഇഅ്താഉൽ കുഫാരി മിനൽ ഉദ്ഹിയ്യ. ഉദ്ഹിയത്തിൻ്റെ മാംസം മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് കൊടുത്തുകൂടാ. മുത്തലഖൻ ഒരു നിലക്കും കൊടുത്തുകൂടാ. ഉദ്ഹിയത്തിൻ്റെ ഷെയറുകാർ ആരൊക്കെയാണോ അവർക്കും കൊടുത്തുകൂടാ. എൻ്റെ വീട്ടിൽ ഉദ്ഹിയത്തിന് ഇറച്ചി കൊണ്ടുവന്ന് എനക്കും കൊടുത്തുകൂടാ. പച്ചയും കൊടുത്തുകൂടാ, വേവിച്ചിട്ടും കൊടുത്തുകൂടാ. ബരിയലിൽ നിന്ന് എൻ്റെ പിറ്റേ തെങ്ങുമക്കാരനെ കേൾപ്പം വന്നു. നല്ല ഇറച്ചിയും പത്തില ആയാറ് തട്ടുന്നത്. കേൾപ്പാൻ എനിക്ക് ചായ വേണോ? ഞാൻ വെറിഞ്ചായ കുടി കുറച്ച് കന്നിയേക്കോ അയച്ചാ ഇനി ഒരു ബസ്സിൽ നല്ലോണം ഇറച്ചിയും കെടുത്തണ്ട. 10 ഇവിടെ നടക്കാം ഒരു ഗ്ലാസ് ചായ. ഉള്ള ആ ചായ ഒരു വലിയ ബസ്സിൽ ഇറച്ചി അയച്ചുമ്പോൾ കൊണ്ടുവന്ന് ഇയാളൊരു 10 എടുത്ത് നടത്തുന്ന ഇറച്ചിയല്ലോ. ഇത് പറ്റുമല്ലേ പമ്പാ? ഇത് ഉദ്ഹിയ്യത്തിൻ്റെ മാംസമാണ്. ഇത് മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് കൊടുത്തുകൂടാ. മുത്തലഖൻ ഒരു നിലക്കും കൊടുത്തുകൂടാ. പച്ചയും കൊടുത്തുകൂടാ, വേവിച്ചിട്ടും കൊടുത്തുകൂടാ. അറബിൻ്റെ ഷെയർകാർക്കും കൊടുത്തുകൂടാ, കിട്ടിയവർക്കും കൊടുത്തുകൂടാ. കാരണം എന്ത്? ലിഅന്നഹാ ളിയാഫത്തുല്ലാഹി ലിൽ മുസ്ലിമീൻ. വലിയ പെരുന്നാളിൻ്റെ ദിവസം, അതിൻ്റെ ശേഷമുള്ള അയ്യാമുത്ത ശരീക്കിൻ്റെ 3 ദിവസം, ഈ മൊത്തം ഈ 4 ദിവസത്തിൽ ളിയാഫത്തുല്ലാഹി ലിൽ മുസ്ലിമീൻ, ഓരോരു മഹല്ലത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹിൻ്റെ ഒരു വിരുന്ന് സൽക്കാരം. അള്ളാഹ് മുസ്ലിമീങ്ങളെ സൽക്കരിക്കുമ്പോൾ ആ സൽക്കാരത്ത് നമുക്ക് മുസ്ലിമല്ലാത്ത, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു കാഫിറിനെ നമുക്കതിൽ പങ്കെടുപ്പിച്ചുകൂടാ. അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് അധികം മുസ്ലിം വീടുകളിലും ജോലി ചെയ്യുന്നവരും പണിയെടുക്കുന്നവരുമൊക്കെ മുസ്ലിമല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. ഒരു സാമാന്യ മര്യാദയ്ക്ക് വേണ്ടി അവിടെ ഒരു 5 കിലോ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ എല്ലായിടം വേണ്ടാലോ, മാതേ ഒരു കെട്ടി ഞങ്ങൾ എടുത്തോ, കേൾപ്പാ ഒരു കെട്ടി ഞങ്ങൾ എടുത്തോ എന്ന് പറയുന്ന ആളുകളാണ് ഇന്ന് പല ആളുകളും. അവരെന്തിനു കുറ്റം പറയണം? അവർക്കറിയാത്തത് കൊണ്ടല്ലേ. നിങ്ങളെല്ലാം എനിക്ക് പറയാനുള്ളത്, ഓരോരോ സന്ദർഭം വരുമ്പോൾ ആ സന്ദർഭത്തിൽ ആവശ്യമാകുന്ന കാര്യങ്ങൾ ഓരോരോ മഹല്ലത്തിലും ഒരു ക്ലാസ് വെച്ചിട്ട് അത് വിശദീകരിക്കണം. അത് വളരെ നിർബന്ധമാണ്. അത് വളരെ വളരെ നിർബന്ധമാണ്. ഉളിയത്തിൻ്റെ കാര്യങ്ങളും പെരുന്നാളിൻ്റെ ഹുക്മുകളൊക്കെ എല്ലാ മഹല്ലത്തിലും അറിയേണ്ട കർമ്മത്തിൽ അറിയണം. അതേപോലെ ഫിത്ർ സക്കാത്ത്, മുതലിൻ്റെ സക്കാത്തിന് 7 അവകാശികളല്ല പറയും. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ. ഇങ്ങനെ അല്ലാഹ് എഴുതിക്ക് അക്ഷരപതി എണ്ണീറ്റ് പറയുക ഈ കക്ഷികളാണ്. സക്കാത്തിൻ്റെ വിഷയം അത് ഫിത്ർ സക്കാത്താവട്ടെ, കച്ചവടത്തിൻ്റെ സക്കാത്താവട്ടെ, മുതലിൻ്റെ സക്കാത്താവട്ടെ, അതിന് അല്ലാഹ് ഖുർആൻ പറഞ്ഞ അവകാശികൾക്ക് മാത്രം അത് കൊടുത്തുകൂടും. ഈ സാധാരണ സദഖയൊക്കെ ചുമ്മാരിക്കും കൊടുക്കുക, പൈസക്കാരനും കൊടുക്കുക, നാട്ടുമൂപ്പനും കൊടുക്കുക, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആർക്കും കൊടുക്കുക ഒരു സദക്ക. അത് മുസ്ലിം എന്നായിക്കൊള്ളുന്നില്ല. ആയിഷാ ബീബിൻ്റെ വീട്ടിൽ ആയിഷാബിൻ്റെ ഉമ്മ വന്നു, മുസ്തഫ നബിയൻ്റെ ഉമ്മ വന്നിക്കണം. വഹിയ കാഫിറത്തുൻ, ഉമ്മ ഇസ്ലാമിലേക്ക് വന്ന ഉമ്മയല്ല. ആ ഉമ്മാക്ക് എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുക ആയിഷ, നിൻ്റെ ഉമ്മയല്ലേ, ഇസ്ലാമിൽ വിശ്വസിച്ചെങ്കിൽ ഉമ്മ തന്നെയല്ലേ, അമ്മയും ഉമ്മയും ഒന്ന് തന്നെയല്ലേ, കൊടുക്ക്. അപ്പം കാഫിര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാം, സദക്കൊക്കെ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. സദക്കൊക്കെ അതിന് കൂലിയുണ്ടാകും. ഉദ്ഹിയ്യത്ത്, മുതലിൻ്റെ സക്കാത്ത്, കച്ചവടത്തിൻ്റെ സക്കാത്ത്, അതിൻ്റെ ഖുർആനിൽ തന്നെ അതിൻ്റെ അവകാശം. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. അതിങ്ങനെ അതിൻ്റെ കക്ഷികൾ അണവൈ തീർത്ത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞാണ്. അവർക്കത് കൊടുത്തുകൂടും. പിന്നെ സക്കാത്ത് വാങ്ങുന്ന ആളുകൾ ഫഖീർ മിസ്കീനാകണം. അതൊരു നിബന്ധനയാണ് കേട്ടോ. പല വീടുകൾ ഉത്തരവാദമായിട്ട് വീടുന്നത് പെരുന്നാളിൻ്റെ രാവിലെ ഈ ഫിത്ർ സക്കാത്തിൻ്റെ അരിയൊക്കെ കൊടുക്കുമ്പോൾ ജമീല ഇങ്ങനെ കുരിയിലും എടുത്തിട്ടുണ്ടെന്നാ ഇതെന്തിനാ ഇച്ചാച്ചാ കരി കൊടുക്കണ്ടേ? അവൻ്റെ പെങ്ങൾ പാർക്കുന്നുണ്ട് ആടാ, അത് വേണം അവൻ്റെ പെങ്ങളെ ഭർത്താവ് ഗൾഫിലാ, 1 ലക്ഷം കൊണ്ടല്ല കോടി കൊണ്ട് കളിക്കുന്നവനാ. ഇച്ചാച്ചാക്ക സാമ്പത്തികമായ ഒരു പ്രയാസമില്ല, പൊന്നുപോലെ ഭർത്താവ് നോക്കുന്ന ഇച്ചാച്ചിയാ. അത് ഇച്ചാച്ചാക്കഞ്ഞ് ഫിത്ർ സക്കാത്ത് കൊടുക്കല്ലേ. എൻ്റെ ഏട്ടത്തിയല്ല, എൻ്റെ ഏട്ടത്തി തന്നെ അല്ല, എൻ്റെ ഉമ്മ തന്നെ ഫഖീറോ മിസ്കീനോ ആവണം, സക്കാത്തിൻ്റെ അവകാശിയാവണം.
സുന്നത്തായ ദാനധർമ്മം ആർക്കും കൊടുക്കാം, അടുത്ത കുടുംബത്തിനും കൊടുക്കാം, നിൻ്റെ മക്കൾക്കും കൊടുക്കാം, നിൻ്റെ ഉപ്പക്കും നിൻ്റെ ഉമ്മക്കും കൊടുക്കാം. നിർബന്ധമായ സക്കാത്ത്, മുതലിൻ്റെ സക്കാത്ത്, തവളത്തിൻ്റെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് അത് കൊടുക്കുന്ന അവകാശികൾ ഖുർആനിൽ 8 കക്ഷികളെ പറയുന്നു. അവർക്ക് മാത്രമേ അത്. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ അധിക വീട്ടിലും അങ്ങോട്ട് ഉമ്മ താമസിക്കുന്നു, ഇങ്ങോട്ട് പെങ്ങോട്ട് താമസിക്കുന്നു, ഇങ്ങോട്ട് മോള്, ഓലിക്കെല്ലാം കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാം. ഓലിക്ക് കൊടുക്കാം, ഒരവകാശിയിൽപ്പെടണം. പറഞ്ഞു ഈ ഉദഹീയത്തിന് നിയ്യത്ത് വെച്ച് ഇറക്കുന്നതിന് പുറമെ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ നിയ്യത്ത് വെക്കാതെ വേറെ ആ സമയത്ത് നെയ്യത്തിൻ്റെ മാംസം ഓലിക്ക് കൊടുത്തു വിടാം. നിയ്യത്ത് വെച്ചാലും വെച്ചില്ലെങ്കിൽ അല്ല, അല്ലാതെ വേറെ എക്സ്ട്രാ കൊടുത്തിട്ട് ഓല ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള ഇറച്ചി അയാൾ കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല. പിള്ളേ രാവിലെ അങ്ങാടി പോയിട്ട് ഒരു 2 കിലോ ഇറച്ചി അവിടെ വാങ്ങിക്കൊണ്ടാച്ചു. ഒരു ബുക്കോൻ വെച്ചതാണ്. ഇതൊക്കെ അച്ഛൻ ഉണ്ടാവുമല്ലോ. ചക്കരാരിക്ക് ഇറച്ചിയാണോ അയച്ചോ, ഞാൻ കെട്ട് ഇറച്ചി കൊടുത്തെടുത്താൽ ഓനിക്ക് 500 കൊടുത്ത്. കുറച്ച് കാലം മാധവൻ ഇറച്ചി പാടാ അയച്ചോ, ഒരു കെട്ടതാടാ അവർക്ക് 500 കെട്ടി വെച്ചതാ. ഏത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ ഇറച്ചിയാ, അത് കൊടുത്ത് കളര് കുഴപ്പമൊന്നും. ഹഖീഖത്ത് ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെ കൊടുത്തോ. ഹഖീഖത്ത് അറത്താൽ അത് സക്കാത്തിൻ്റെ അവകാശികൾ അവർക്ക് തന്നെ ആവണം എന്നില്ല. അത് നമ്മുടെ ഹഖീഖത്ത് അറത്തിട്ട് ഒരു മങ്ങൽ തിന്നാൻ കൊടുത്താൽ ഹഖീഖത്ത് തിന്നാം. ഈ ഹഖീഖത്തും ളിയാഫത്തുൽ മുസ്ലിമീൻ എന്നുള്ള അതിൽ പെടൂലല്ലോ. ഹഖീഖത്തിനും ഉദഹീയത്തിൻ്റെ അതേ തന്നെയല്ലേ ഹഖീഖത്ത് അറുത്തതും മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതിൽ. ഉദഹീയത്തിൻ്റെ അവിടെ മാത്രമാണ് ഫിഖിൻ്റെ കിതാബിൽ നമ്മൾ പറഞ്ഞു കാണുന്നത്. വലാ ജൂസു യത്താഉൽ ഉദ്ഹിയ്യത്തി ലിൽ കുഫാർ. അമുസ്ലിമീങ്ങൾക്ക് ഉദ്ഹിയ്യത്തിൻ്റെ മാംസം മുസ്ലിമീങ്ങൾ കൊടുക്കരുത്. ലിഅന്നഹാ ദിയാഫത്തുല്ലാഹിൽ മുസ്ലിമീൻ. അത് അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്കൊരു സൽക്കാരം വെച്ചതാണ് ഈ പുണ്യമായ 4 ദിവസങ്ങളിൽ എന്നതല്ലാതെ ഹഖീഖത്തറത്തിൽ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹു ആലം. പറയാ ഫിത്ർ സക്കാത്തും മുതലിൻ്റെ സക്കാത്തൊക്കെ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. അങ്ങനെ പൈസ കൊടുത്താൽ പറ്റുമെന്ന് മറ്റു മദ്ഹബിലുണ്ട്. ആ മദ്ഹബ് പ്രകാരം ഇത് പറ്റിക്കോട്ടെ. നമ്മൾക്കങ്ങനെ ഒരു ഷാഫി തന്ന മുസ്ലിയാർക്ക് നിങ്ങൾ പൈസ കൊടുത്താൽ മതിയെന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല. വേറെ മദ്ഹബിലുണ്ടെങ്കിൽ ആ മദ്ഹബ് പ്രകാരം അത് പറ്റും. എനിക്ക് ഷാഫി മദ്ഹബ് അല്ലാതെ മറ്റൊരു മദ്ഹബ് എനിക്കറിയാം. ഞങ്ങളിപ്പോൾ തന്നെ ഒരു നാടനാണ് പറഞ്ഞു. മയ്യിത്ത് നിസ്കാരത്തിനുള്ള ദുആ അറിയാത്ത ആൾക്ക് മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ? തിരിഞ്ഞില്ല. മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആ അതറിയില്ല, ആ കക്ഷിക്ക് ഇമാമായി നിൽക്കാൻ പറ്റുമോ? അറിയില്ല എന്ന് പറഞ്ഞാൽ ഓം വിചാരിക്കുന്ന ഇതൊക്കെ പഠിക്കുമെന്നൊക്കെ അപ്പാടോട് ഇറക്കാവൂല ഉസ്താദ്. അപ്പാടോട് എൻ്റെ വേദന എന്താ പറയണമെന്നറിയോ? മയ്യത്തുകാരൻ പഠിപ്പിച്ചേട്ടെ. ഈ മയ്യത്തിന് ഞാൻ നിൽക്കരുതെന്ന് ഫർലാക്കപ്പെട്ട മയ്യത്തുകാർ ഒരു ഫാത്തിഹ, രണ്ടാമതർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, മൂന്നാമതർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഗഫിർ ലഹു, നാലാമതർ അല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എത്ര പെട്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞ്. ആ നീളമായ ദുആ ഒന്നും ഉജൂബുള്ളതല്ല. അതറിയുന്നവർ ചൊല്ലിക്കൊള്ളട്ടെ. അറിയാത്ത അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് മാത്രം പറഞ്ഞാൽ മതി. മൂന്നാമത്തെ തക്ബീറിൻ്റെ ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ ബാഫക്ക് തങ്ങൾ മരിച്ച് അടുത്ത വെള്ളിയാഴ്ച വില്യാപ്പഴൻ ഞങ്ങളെ ഉസ്താദും മഹാനുമായ കുഞ്ഞേറ്റി മുസ്ലിം എന്നോട് ബാബക്ക് തങ്ങളുടെ മയ്യത്തേക്കരിക്കണം ഇങ്ങൊന്ന് പറയുമോ? ഞാൻ പറയാം, സലാം പിഴ. ഞാൻ പറഞ്ഞു ബാബക്ക് തങ്ങൾ മരിച്ചിട്ടുണ്ട്, അങ്ങനത്തെ നേതാവിന് കിട്ടുമോ സംശയമാണ്. അല്ലാഹു റഹ്മു അല്ലാഹു മഗ്ഫിർ എല്ലാവരും നിസ്കരിക്കണം, ഇങ്ങനെ മയ്യത്തിക്കരിക്കണം. മലയാളത്തിൽ അങ്ങ് പറഞ്ഞു. എല്ലാവരും നിൽക്കുക, ഒറ്റ കുട്ടി ഒഴിയാതെ. ടൗണിൽ എന്നോട് പറഞ്ഞു ഇത്തിരി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സംഗതി ആ മയ്യത്തേക്കാതെങ്കിൽ ഇബ്രാഹിമിലേറെ. എൻ്റെ ഉപ്പ ഞാൻ നിൽക്കെത്തിക്കില്ല, എൻ്റെ അമ്മായി ഇന്നാണ് ഞാൻ നിൽക്കെത്തിക്കില്ല. നിങ്ങൾ പറഞ്ഞൊക്കെ മിനിറ്റോട്ട് കഴിഞ്ഞില്ലേ? എന്നോട് പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ ഒരു കാലവും മറക്കൂല. നിങ്ങൾ പഠിച്ച എല്ലാവരും പഠിച്ച പെണ്ണുങ്ങളാണെങ്കിലൊക്കെ ഈ മയ്യത്തിൻ്റെ മേൽ ഞാൻ നിസ്കരിക്കുന്ന ഫർലാക്കപ്പെട്ട മയ്യത്ത് നിസ്കാരം അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ഗഫിർ ലഹു. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാ നാലാം തകവിൽ നാവുകൊണ്ട് ചില ഉജൂബ് ഒന്നുമില്ല. ഒന്നാം തകവിൻ്റെ ഒരു ഫാത്തിയ, രണ്ടാം തകവിൻ്റെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, മൂന്നാം തകവിൻ്റെ അല്ലാഹുമ്മ. ഇതേ അതിൻ്റെ അകത്ത് ഉജൂബുള്ളൂ. എത്ര പെട്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞു. എൻ്റെ ക്ലാസ് കേട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളൊക്കെ മയ്യിത്ത് നിസ്കരിക്കുന്ന വിഷയത്തിൽ ഒരു സ്ട്രോങ് നിങ്ങൾ കാണിക്കണേ. ഇത്ര പെട്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞു. ഒറ്റ മോളാരും ഉമ്മാക്കുള്ളൂ.